1 ശമൂവേൽ അധ്യായം 10. അപ്പോൾ ശമൂവേൽ തൈലപാത്രമെടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചു അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീൻ്റെ അതിരിങ്കിലെ സെൽസഹിൽ റാഹേലിൻ്റെ കല്ലറയ്ക്കരികെ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകനു വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുൻപോട്ട് ചെന്ന് താബോരിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും വേറൊരുത്തൻ 1 തുരുത്തി വീഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ 3 പുരുഷന്മാർ ബേഥേലിൽ ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് കുശലം ചോദിക്കും. നിനക്ക് 2 അപ്പവും തരും. നീ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊള്ളേണം. അതിൻ്റെ ശേഷം നീ ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിക്ക് എത്തും. അവിടെ പട്ടണത്തിൽ കടക്കുമ്പോൾ മുൻപിൽ വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയോടുകൂടെ പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങിവരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോടുകൂടെയുണ്ട്. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകേണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടുന്നതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അവർ അവിടെ ഗിരിയിങ്കലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണമിത അവനെതിരെ വരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുൻപേ അറിഞ്ഞവർ ഒക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീഷിൻ്റെ മകന് എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. അതിന് അവിടത്തുകാരിൽ ഒരുത്തൻ, ആരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്നുള്ളത് പഴഞ്ചൊല്ലായി തീർന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞ ശേഷം ഗിബെയയിൽ എത്തി. ശൗലിൻ്റെ ഇളയപ്പൻ അവനോടും അവൻ്റെ ഭൃത്യനോടും, നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ തിരയുവാൻ പോയിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ ശമൂവേലിൻ്റെ അടുക്കൽ പോയി എന്നവൻ പറഞ്ഞു. ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണം എന്ന് ശൗലിൻ്റെ ഇളയപ്പൻ പറഞ്ഞു. ശൗൽ തൻ്റെ ഇളയപ്പനോട്, കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. അനന്തരം ശമൂവേൽ ജനത്തെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെയും കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ചു. ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രം ഗോത്രമായും സഹസ്രം സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പീൻ. അങ്ങനെ ശമൂവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം അടുത്തു വരുമാറാക്കി. ബെന്യാമീൻ ഗോത്രത്തിന് ചീട്ട് വീണു. അവൻ ബെന്യാമീൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു വരുമാറാക്കി. മത്രി കുടുംബത്തിന് ചീട്ട് വീണു. പിന്നെ കീഷിൻ്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെയും യഹോവയോട്, ആയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ,
അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്നരുളി ചെയ്തു. അവർ ഓടിച്ചെന്ന് അവിടെ നിന്ന് അവനെ കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ അവൻ ജനത്തിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലെ ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവേ, ജയ ജയ എന്നാർത്തു. അതിൻ്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശമൂവേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ശൗലും ഗിബെയയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിച്ച ഒരാൾക്കൂട്ടവും അവനോടുകൂടെ പോയി. എന്നാൽ ചില നീചന്മാർ ഇവൻ നമ്മെ എങ്ങനെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ച കൊണ്ടുവരാതിരുന്നു. അവനോ അത് ഗണ്യമാക്കിയില്ല. 1 ശമൂവേൽ അധ്യായം 11. അനന്തരം അമോന്യനായ നാഹാഷ് പുറപ്പെട്ടു വന്നു. ഗിലെയാദിലെ യാബേഷിന് നേരെ പാളയമിറങ്ങി. യാബേഷ് നിവാസികളൊക്കെയും നാഹാഷിനോട്, ഞങ്ങളോട് ഒരുടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അമോന്യനായ നാഹാഷ് അവരോട്, നിങ്ങളുടെ വലങ്കണ്ണൊക്കെയും ചുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിന്മേലും ഈ നിന്ദ വരുത്തുകയും ചെയ്യും എന്നുള്ള സമ്മതത്തിന്മേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. യാബേഷിലെ മൂപ്പന്മാർ അവനോട്, ഞങ്ങൾ ഇസ്രായേൽ ദേശത്തെല്ലായിടവും ദൂതന്മാരെ അയപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇട തരേണം. ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങിവരാം എന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിന്റെ ഗിബെയയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം ഉറക്കെ കരഞ്ഞു. അപ്പോൾ ഇതാ, ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു. ജനം കരയുന്ന സംഗതി എന്തെന്ന് ശൗൽ ചോദിച്ചു. അവർ യാബേശ്യരുടെ വർത്തമാനം അവനെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേർ കാളയെ പിടിച്ച് കഷണം കഷണമായി ഖണ്ഡിച്ച് ദൂതന്മാരുടെ കയ്യിൽ ഇസ്രായേൽ ദേശത്തെല്ലായിടവും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമൂവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യും എന്ന് പറയിച്ചു. അപ്പോൾ യഹോവയുടെ ഭീതി ജനത്തിന്മേൽ വീണു. അവർ ഏക മനസ്സോടെ പുറപ്പെട്ടു. അവൻ ബേസക്കിൽ വെച്ച് അവരെ എണ്ണി. ഇസ്രായേല്യർ 3,00,000 യഹൂദ്യർ 30,000 ഉണ്ടായിരുന്നു. വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട്, നാളെ വെയിൽ മൂക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പറവീൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. പിന്നെ യാബേശ്യർ, നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങിവരും, നിങ്ങൾക്ക് ബോധിച്ചതൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞയച്ചു. പിറ്റേന്നാൾ ശൗൽ ജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കും വരെ അമോന്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ ഒന്നിച്ചിരിക്കാതെ വണ്ണം ചിതറിപ്പോയി. അനന്തരം ജനം ശമൂവേലിനോട്, ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞത് ആർ? അവരെ ഏൽപ്പിച്ചു തരേണം, ഞങ്ങൾ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവീൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേല്യരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. 1 ശമൂവേൽ അധ്യായം 12.
അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ടു. നിങ്ങൾക്ക് ഒരു രാജാവിനെയും വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. എൻ്റെ മക്കൾ നിങ്ങളോടുകൂടെയുണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുൻപാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാൻ അത് മടക്കിത്തരാം. അതിന് അവർ, നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിൻ്റെയും കയ്യിൽ നിന്ന് വല്ലതും അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾ എൻ്റെ പേരിൽ ഒന്നും കണ്ടില്ല എന്നുള്ളതിന് യഹോവ സാക്ഷി, അവൻ്റെ അഭിഷിക്തനും ഇന്ന് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ ജനത്തോട് പറഞ്ഞതെന്തെന്നാൽ, മോശയെയും അഹരോനെയും കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകയാൽ ഇപ്പോൾ ഒത്തുനിൽപ്പീൻ. യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ചെയ്തിട്ടുള്ള സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുൻപാകെ നിങ്ങളോട് വ്യവഹരിക്കും. യാക്കോബ് മിസ്രയീമിൽ ചെന്ന് പാർത്തു. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ മോശയെയും അഹരോനെയും അയച്ചു. അവർ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് പാർക്കുമാറാക്കി. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നപ്പോൾ അവൻ അവരെ ഹാസോരിലെ സേനാപതിയായ സീസെരയുടെ കയ്യിലും ഫെലിസ്ത്യരുടെ കയ്യിലും മോവാബ് രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിച്ചു. അവർ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു, ഞങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ യെരുബാൽ, ബേദാൻ, യിപ്താഹ്, ശമൂവേൽ എന്നിവരെ അയച്ചു. ചുറ്റുമുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അമോനിയരുടെ രാജാവായ നാഹാഷ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ നിങ്ങൾ എന്നോട്, ഒരു രാജാവ് ഞങ്ങളുടെ മേൽ വാഴേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ, നിങ്ങൾ തിരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവ നിങ്ങൾക്ക് ഒരു രാജാവിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. നിങ്ങൾ യഹോവയുടെ കൽപ്പനയെ മറുക്കാതെ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിച്ച് അവൻ്റെ വാക്കനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ നിങ്ങൾ യഹോവയുടെ വാക്കനുസരിക്കാതെ യഹോവയുടെ കൽപ്പനയെ മറുത്താൽ യഹോവയുടെ കൈ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നതുപോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണുക ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവീൻ. ഇത് ഗോതമ്പ് കൊയ്ത്തിൻ്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കിയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട്, അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുതേ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടായ്വീൻ, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പീൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും
രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലോ. യഹോവ തൻ്റെ മഹത്തായ നാമം നിമിത്തം തൻ്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തൻ്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്ക മാത്രം ചെയ്യുവീൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചു പോകും.